നിലമ്പൂരിൽ കളി കാര്യമാവുകയാണ്. ഇക്കഴിഞ്ഞ ജനുവരിയിൽ MLA സ്ഥാനം രാജിവെക്കുമ്പോൾ നിലമ്പൂരിൽ രാഷ്ട്രീയം ഇത്രയ്ക്കങ്ങ് ചൂട് പിടിക്കുമെന്ന് PV അൻവർ ഒരിക്കൽ പോലും വിചാരിച്ചു കാണില്ല. ഒരാവേശത്തിന് അൻവർ ചെയ്ത കടുങ്കയായിരുന്നു ഈ രാജി. ആവേശവും രോഷവും അൻവറിന് കൂടപ്പിറപ്പ് തന്നെയാണ്. രണ്ടും അങ്ങനെ തിളച്ചു മറിയുമ്പോൾ വകതിരിവും ഔചിത്യവും കൈവിട്ടു പോകും. ആ രാജി തീർത്ത ആപ്പിൽ നിന്ന് ഇനിയും പുറത്തെടുക്കാൻ അൻവറിന് സാധിച്ചിട്ടില്ല. പക്ഷെ അൻവർ സ്വയം സൃഷ്ടിച്ച പ്രതിസന്ധി ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിന് മുന്നിൽ വലിയൊരു പോർമുഖമാണ് തുറന്നിട്ടിരിക്കുന്നത്. നിലമ്പൂരിൽ നിന്ന് ഉയരുന്ന വെല്ലുവിളിയിൽ CPM ഒരു അവസരവും കാണുക തന്നെയാണ്. അതുകൊണ്ടാണ് തങ്ങളുടെ ആവനാഴിയിലുള്ള ഏറ്റവും മികച്ച ആയുധത്തെ സ്വരാജിനെ തന്നെ CPM കളത്തിലിറക്കിയിരിക്കുന്നത്. അൻവർ ഉയർത്തിയിരിക്കുന്ന ഈ കലാപം കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ഉലയ്ക്കുമെന്ന് കണക്കുകൂട്ടിയിലായിരിക്കണം സ്വരാജിനെ കളത്തിലിറക്കാൻ CPM തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അൻവറും കോൺഗ്രസ് നേതൃത്വവും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ എവിടം വരെ പോകുമെന്നായിരുന്നു CPM നോക്കിക്കഴിയുന്നത്. അതൊരു ചായക്കോപ്പിലെ കൊടുങ്കാറ്റായി ഒടുങ്ങിയിരുന്നെങ്കിൽ CPM സ്വരാജിലേക്ക് ചിലപ്പോൾ എത്തുമായിരുന്നില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുക തന്നെയാണ് CPM നേതാവ് സ്വരാജ്. നിലമ്പൂരിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇടതുപക്ഷം പലതവണ വിജയിച്ച സ്ഥലം തന്നെയാണ്. നിലമ്പൂരിൽ LDF ഇടത് ചിഹ്നത്തിലും ഇടത് സ്വതന്ത്രരായും മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം എടുത്തു പറയുകയാണ്. വ്യക്തികൾക്കെതിരെയല്ല, ഇടതുപക്ഷ വിരുദ്ധ ശക്തികൾക്കെതിരെയാണ് മത്സരം തന്നെ. കേരളത്തിലെ LDF ഗവൺമെന്റിന്റെ അംഗീകാരമായി തെരഞ്ഞെടുപ്പിലെ വോട്ട് മാറുമെന്നും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോടൊപ്പം മാധ്യമങ്ങളെ കാണവെ സ്വരാജ് എടുത്തു പറയുകയാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ അഭിപ്രായം പറയുന്നവർ പോലും കേരളം ഭരിക്കാൻ നല്ലത് ഇടതുപക്ഷമാണ് എന്ന അഭിപ്രായമുള്ളവരാണ്. മതനിരപേക്ഷവാദികൾക്ക് ഈ തെരഞ്ഞെടുപ്പ് തുടർ ഭരണത്തിനുള്ള ഒരു തുടക്കമാകും. ലോകത്തിലെ വികസിത രാജ്യങ്ങളിലെ ജനതയെ പോലെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തെയും എത്തിക്കുക എന്നതാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യം. അൻവറിൽ വിശ്വാസം നിലമ്പൂരിനുണ്ടായിരുന്നു. അത് സൂക്ഷിക്കാൻ അൻവറിന് കഴിഞ്ഞില്ല. കേരളത്തിൽ ആർക്കും മത്സരിക്കാം LDF, പക്ഷെ ജനങ്ങളുടെ ഭാവിയെ മുൻനിർത്തിയാണ് മുന്നോട്ട് പോകുന്നതെന്ന് സ്വരാജ് എടുത്തു പറയുകയാണ്. PV അൻവർ രാജിവെച്ച ഒഴിവിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ സീറ്റ് നിലനിർത്താനാണ് CPM സ്വരാജിനെ നിയോഗിച്ചിട്ടുള്ളത്. മറുവശത്ത് 9 വർഷം മുൻപ് നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചു പിടിക്കാൻ ആര്യാടൻ ഷൗക്കത്തിനെയാണ് കോൺഗ്രസ് രംഗത്തിറക്കിയിരിക്കുന്നത്. രാഷ്ട്രീയ പ്രാധാന്യമുള്ള മണ്ഡലമാണ് നിലമ്പൂരെന്നും രാഷ്ട്രീയ പോരാട്ടത്തിനാണ് സ്വരാജിനെ നിയോഗിച്ചത് എന്നുമാണ് CPM സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം തന്നെ. സഖാവ് കുഞ്ഞാലിയുടെ നാടാണത്. PV അൻവർ LDFനെ വഞ്ചിച്ച യൂദാസ് ആണ് എന്നും MV ഗോവിന്ദൻ എടുത്തു പറയുകയാണ്. അതേസമയം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതികരിച്ച് ആര്യാടൻ ഷൗക്കത്ത് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. എതിർ സ്ഥാനാർത്ഥി കൂടി വരുമ്പോഴാണ് തെരഞ്ഞെടുപ്പിൽ ആവേശവും ചൂടും വരുന്നത്. പ്രചാരണ രംഗത്ത് UDF ഒരുപാട് മുന്നിലാണ് എന്നും പ്രതിരോധ നിലയിൽ ആളുണ്ടെങ്കിലേ ഫോർവേഡിന് ഗോൾ അടിക്കാൻ ആവേശം വരുള്ളൂ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടിരിക്കുകയാണ്. LDF സർക്കാരിന്റെ ദുർഭരണവും നിലമ്പൂരിനോടുള്ള അവഗണനയും വോട്ടാകുമെന്നും ആര്യാടൻ ഷൗക്കത്ത് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ തന്നെയാണെങ്കിലും സ്വരാജിന്റെ വിജയം അവിടെ ഉറപ്പാണ് എന്ന് അവിടുത്തെ ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ്.